സിഡിറ്റിൽ ഗുരുതര ചട്ടലംഘനം. സിഡിറ്റ് ഡയറക്ടറുടെ കാലാവധി അവസാനിച്ചിട്ടും ഡയറക്ടർ അതേ പദവിയിൽ തുടരുകയാണ്. CPM നേതാവ് TN സീമയുടെ ഭർത്താവ് G ജയരാജാണ് അനധികൃതമായി ഡയറക്ടർ സ്ഥാനത്ത് തുടരുന്നത്. ജോലിയിൽ നിന്ന് വിരമിച്ച് 3 വർഷം പിന്നിട്ട ജയരാജ് ഔദ്യോഗിക കാറും പദവിയുമെല്ലാം ഉപയോഗിക്കുന്നത് ഉന്നത സ്വാധീനം കൊണ്ടെന്ന് വ്യക്തമാണ്. റിപ്പോർട്ട് ബ്രേക്കിംഗ്. ജയരാജ് സാറിന്റെ ഉത്തരവ് ഇറങ്ങിയായിരുന്നു. എക്സ്റ്റൻഷൻ ഉത്തരവ് ഇറങ്ങിയിട്ടില്ല, അത് ചെയ്യുന്നതേ ഉള്ളൂ. ആണല്ലേ. ഇന്ന് രാവിലെ 11:10 സിഡിറ്റിലെ IT സെക്ഷനിലേക്ക് വിളിച്ചപ്പോൾ പറഞ്ഞ മറുപടിയാണിത്. G ജയരാജന് സിഡിറ്റ് ഡയറക്ടർ സ്ഥാനത്ത് തുടരാനുള്ള ഉത്തരവില്ല. പക്ഷേ എന്നിട്ടും തുടരുകയാണ്, കിട്ടുമെന്ന ഉറപ്പിൽ. കഴിഞ്ഞ വർഷം ജൂലൈയിൽ G ജയരാജനെ ഡയറക്ടറാക്കിക്കൊണ്ടുള്ള ഉത്തരവാണിത്. ഇത് പ്രകാരം 1 വർഷത്തേക്കാണ് കാലാവധി ഈ മാസം 7-ാം തീയതി അവസാനിച്ചു. നിയമനം നീട്ടിക്കൊണ്ടുള്ള ഉത്തരവില്ലെങ്കിലും ജയരാജ് സ്വയം പ്രഖ്യാപിത ഡയറക്ടറായി പദവിയിൽ തുടരുന്നു എന്നതാണ് ഗുരുതര പ്രശ്നം. 8-ാം തീയതി മുതൽ സിഡിറ്റ് ഡയറക്ടറുടെ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുന്നു. സിഡിറ്റ് ഡയറക്ടർ ചെയ്യേണ്ട എല്ലാ ഔദ്യോഗിക കാര്യങ്ങളും ചെയ്യുന്നു, ഒരു തടസ്സവുമില്ല. ജയരാജ് സർവീസിൽ നിന്ന് വിരമിച്ച ശേഷമാണ് സർക്കാർ തീരുമാനപ്രകാരം ഡയറക്ടറായത്. വർഷം 3 കഴിഞ്ഞു. ഓരോ തവണയും പുതുക്കിക്കൊണ്ടിരിക്കും. അതിനിടെ വലിയ വിവാദങ്ങളും ഉയർന്നു വന്നു. ബന്ധുവിവാദവും യോഗ്യതയില്ലായ്മയുമെല്ലാം കോടതിയുടെ പരിഗണനയിലുമെത്തി. 2 വനിതാ ജീവനക്കാരികൾ കൊടുത്ത പരാതിയിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സർക്കാരിൽ സ്വാധീനമുണ്ടെങ്കിൽ കേരളത്തിൽ എന്തും നടക്കും. പ്രത്യേകിച്ച് CPM സംസ്ഥാന നേതാവിൻ്റെ ഭർത്താവ് കൂടിയാകുമ്പോൾ സിഡിറ്റിൽ സംഭവിക്കുന്നത് എന്താണ്? റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.